ആരാണ് വേടൻ? എന്തിനാണ് അദ്ദേഹം ഇന്നും ഇത്രയും വെല്ലുവിളികൾ നേരിടുന്നത്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. വേടന്റെ ശരിയായ പേര് ഹിരൺദാസ് മുരളി എന്നാണ്. 1994 തൃശൂർ ജില്ലയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ അമ്മ ഒരു ശ്രീലങ്കൻ വംശജയായിരുന്നു. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് തമിഴ്നാട്ടിലെ ഊട്ടിയിലേക്ക് അഭയാർത്ഥിയായി കുടിയേറി. പിന്നീട് ഭാരത സർക്കാർ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകിയിരുന്നു. വേടന്റെ പിതാവ് മുരളി തൃശൂർ സ്വദേശിയും പനയ സമുദായ അംഗവുമാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി വേടൻ ആദ്യമായി തന്റെ ഗാനത്തിന് പൊതുയോഗത്തിൽ പ്രകടനം നടത്തി. ഊരാളി എന്ന സംഗീത ബാൻഡിന്റെ ക്ഷണമോടെയാണ് വേടൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സമൂഹപരമായി പ്രതികരിക്കുന്ന കലാകാരൻ എന്ന നിലയിൽ വേടന്റെ യാത്രയ്ക്ക് ഇതായിരുന്നു തുടക്കം. വേടൻ തന്റെ കരിയർ ആരംഭിച്ചത് 2020 പുറത്തിറങ്ങിയ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന ഗാനം വഴിയായിരുന്നു. ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള വ്യത്യാസവും അണിയറയിൽ ഉള്ളവരുടെ അവഗണനയും സാമൂഹിക അനീതികൾ എന്നിവയെക്കുറിച്ചുള്ള ഈ ഗാനത്തിന് ശക്തമായ രാഷ്ട്രീയ വിഷയം ഉള്ളതുകൊണ്ടും നേരിയതും പ്രസക്തവുമായ വരികൾ ഉള്ളതുമായതിനാൽ ശ്രദ്ധേയമാവുകയായിരുന്നു. തുടർന്ന് 2021 നരബലി എന്ന പാട്ടിലൂടെ ചലച്ചിത്ര സംഗീതത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് നിരവധി ചലച്ചിത്ര ഗാനങ്ങൾ അദ്ദേഹം പുറത്തിറക്കി. 2024 വേടൻ കറുപ്പ് റെക്കോർഡ്സ് എന്ന പേരിൽ ഒരു സ്വാതന്ത്ര്യ സംഗീത ലേബൽ ആരംഭിച്ചു. താഴിട്ട വേദികളിൽ നിന്നുള്ള കലാകാരന്മാർക്ക് പിന്തുണ നൽകുകയും അവരുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് ലേബലിന്റെ പ്രധാന ലക്ഷ്യം. 2025 വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തുകയും തുടർന്ന് എക്സൈസ് വേടനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ വേടന്റെ കൈവശം നിന്നും പുലിപ്പല്ല് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അത് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഒരു ആരാധകൻ തനിക്ക് സമ്മാനിച്ചതാണെന്നാണ് വേടന്റെ അവകാശവാദം. 2021 വേടനെതിരെ ചില സ്ത്രീകൾ ലൈംഗികാതിക്രമം ആരോപിച്ചിരുന്നു. എങ്കിലും അതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകാൻ നിയമപരമായി കേസൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2025 ജൂലൈയിൽ ഒരു യുവതി തന്നെ ബലാത്സംഗം ചെയ്തെന്ന് ആരോപിച്ച് വേടനെതിരെ കേസ് കൊടുക്കുകയായിരുന്നു. 2021 മുതൽ 23 വരെ വേടൻ തന്നെ ലൈംഗികമായി അതിക്രമം ചെയ്തു എന്നായിരുന്നു യുവതിയുടെ ആരോപണം. തുടർന്ന് പോലീസ് വേടനെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇതിലെ സത്യാവസ്ഥ എന്തെന്ന് തുടർന്നുള്ള നിയമ നടപടികളിലൂടെ തന്നെ നാം മനസ്സിലാക്കണം.